എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് അവധി കിട്ടിയ ദിവസം അനന്തമൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് എവിടെയെങ്കിലും ഒന്ന് നടക്കാൻ പോവാം എന്നൊരു പ്ലാൻ ഇട്ടു. നേരത്തെ പോയിട്ടുള്ളൊരു സ്ഥലമാണ്. നമ്മുടെ പോർട്സ്മൗത്തിൽ നിന്ന് ഏകദേശം ഒരു 40 മിനിറ്റോളം നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഹൽനാക്കർ ട്രീ ടണൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഹൽനാക്കർ ട്രീ ടണൽ നടന്ന് നമ്മൾ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെ ഒരു വിൻഡ് മില്ല് നമുക്ക് കാണാൻ വേണ്ടിയിട്ടുണ്ട്. നമ്മൾ ചിച്ചെസ്റ്ററിന് പോകുന്ന റൂട്ടിലാണ് നമ്മൾ പോകുന്നത്. ചിച്ചെസ്റ്ററിൽ നിന്ന് കുറച്ച് ദൂരം കൂടെ ഹൽനാക്കർ ഗാർഡനിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളൂ. നമ്മൾ എവിടെ കറങ്ങാൻ വേണ്ടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നല്ല വെയിലുള്ള ദിവസമാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വീഡിയോസും ഫോട്ടോസും ഒക്കെ കിട്ടുന്നതാണ്. ഏകദേശം 30 മിനിറ്റ് കൊണ്ട് നമ്മൾ ഹൽനാക്കർ ട്രീ ടണലിൻ്റെ തൊട്ടടുത്തുള്ള പാർക്കിംഗ് സ്പോട്ടിലെത്തി. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് സുമിയും അനന്തുവാനും ഒക്കെ പുറത്തിറങ്ങി. ഇത് ഈ കാണുന്ന മെയിൻ റോഡിൻ്റെ ഒരു സൈഡിലാണ് നമുക്ക് പാർക്കിംഗ് കിട്ടുന്നത്. ഈ വശത്തും അതിൻ്റെ മറുവശത്തും നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാവുന്നതാണ്. അവിടെ ഒരു ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഹൽനാക്കർ ഹിൽ ആൻഡ് ദി വിൻഡ് മിൽ ട്രെയിൽ എന്ന് പറഞ്ഞിട്ട്. അങ്ങോട്ടേക്ക് നടന്നു പോകാൻ വേണ്ടി പറ്റുന്നൊരു ചെറിയ റോഡാണ് ഇത്. അത്യാവശ്യം കുറച്ച് ദൂരം നമുക്ക് നടക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഈ കാണുന്ന ട്രീ ടണലിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു പോകുന്ന ഒരു ഭയങ്കര നല്ലൊരു അനുഭവമാണ്. പിള്ളേരെയൊക്കെ സ്കൂളിൽ വിട്ടിട്ടാണ് ഞങ്ങൾ കറങ്ങാറിറങ്ങിയത് കേട്ടോ. ഇതുപോലുള്ള വഴികൾ താണ്ടിയാണ് നമുക്ക് വിൻഡ് മില്ലിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഏകദേശം ഒരു 25 മിനിറ്റോളം നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. നടന്നു പോകുന്ന വഴിക്ക് മുഴുവനും ഇതുപോലെ രണ്ട് സൈഡിൽ നിന്നും മരങ്ങൾ വന്നിട്ട് ഒരു ടണൽ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടെ വന്നിട്ട് നമുക്ക് അത്യാവശ്യം നല്ല ഫോട്ടോസും എല്ലാം കിട്ടുന്നതാണ്. മാത്രമല്ല നമ്മളിങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് മറ്റ് ആൾക്കാരെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഏകദേശം നാട്ടിലൊക്കെ എത്തിയൊരു ഫീലാണ്. നാട്ടിലെ ഇടവഴികളിൽ കൂടി നടക്കുന്ന ഒരു ഫീല് നമുക്ക് ഇവിടെ ഈ വഴിക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പം കിട്ടുന്നതാണ്. പ്രകൃതി സ്നേഹികളായിട്ടുള്ള ആർക്കും ഈ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലം നിങ്ങളെ നിരാശപ്പെടുത്തത്തില്ല. അത്രയ്ക്കും മനോഹരമാണ് ഈ സ്ഥലം. ഞാനിത് 2ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ നടക്കാൻ വേണ്ടി വരുന്നത് കേട്ടോ. ഞാനും സുമയും കൂടെ ഇന്നാൾ ഒരു പ്രാവശ്യം ഇവിടെ കറങ്ങാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഒരു ദൂരം നടക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു മൈലടുത്ത് നമുക്ക് നടക്കണം. സുമിയും അനന്തും വന്നേരത്തേക്കും വ്യത്യസ്തമായൊരു ഫീല് കിട്ടുന്നൊരു എന്ന് പറഞ്ഞ് സൈഡ് വഴി നടന്ന് ഇതിലേ ഇങ്ങോട്ടേക്ക് ഇറങ്ങി. അങ്ങനെ നമ്മൾ നടന്ന് ചെന്ന് കഴിയുമ്പോൾ ഒരു വലിയ ഗേറ്റ് ഉണ്ട്. അതിനുള്ളിൽ കൂടെ നമ്മൾ കയറി കഴിയുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിൽ നമുക്ക് ഇതുപോലൊരു പാടം പോലുള്ള സ്ഥലം കാണാൻ വേണ്ടി പറ്റും. ഇവിടുന്ന് നമ്മളിനി മുകളിലേക്ക് കുറച്ചും കൂടെ നടന്ന് കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ വിൻഡ് മില്ലിൻ്റെ സൈഡിലെത്തുന്നത്. സൈഡിലൊക്കെ ഒരു മരം നട്ടിരിക്കുന്നതാണ്. ഇത് നേരത്തെ ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഏകദേശം വിൻഡ് മില്ലിൻ്റെ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ്. വിൻഡ് മില്ലിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഒരു ചെറിയ ഗേറ്റ് ഉണ്ട്. അവിടെയാണെങ്കിൽ ഹൽനാക്കർ വിൻഡ് മിൽ വെസസെക്സ് കൗണ്ടി കൗൺസിൽ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ഉപയോഗത്തിലില്ലാത്തതാണ്. എത്ര വർഷം പഴയതാണെന്ന് നമുക്കറിയാൻ പാടില്ല. വിൻഡ് മില്ലിൻ്റെ താഴേക്ക് നോക്കിക്കഴിയുമ്പോഴത്തേക്കും കിട്ടുന്നൊരു വ്യൂ ഇങ്ങനെയാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഇവിടെ ഈ ഫെൻസൊന്നും ഇല്ലായിരുന്നു. അടിപൊളിയല്ലേ? നമ്മൾ ഏകദേശം അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരിച്ച് പാർക്കിങ്ങിലേക്ക് നടക്കുകയാണ്. എങ്കിൽ നമുക്ക് പുറത്ത് പോയി ഫുഡ് അടിച്ചേക്കാം കൊണ്ട് നമ്മുടെ പോർട്സ്മൗത്തിലുള്ള കോക്കനട്ട് കൗണ്ടിയിൽ നമ്മൾ പോയി. സുമിയും അനന്തും ഒക്കെ നേരത്തെ സീറ്റ് പിടിച്ചിരിക്കുകയാണ്. ഭയങ്കര ചൂടായിരുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓരോ ബിയർ അങ്ങോട്ടേക്ക് ഓർഡർ ചെയ്തു. നമ്മുടെ മലയാളി ഹോട്ടലായതുകൊണ്ട് തന്നെ കിങ് ഫിഷറിൻ്റെ ബിയർ അവിടെ ഉണ്ടായിരുന്നു. ഒരു തുള്ളി പോലും പുറത്ത് പോകാണ്ട് വളരെ കൃത്യതയോട് കൂടിയിട്ട് ഗ്ലാസ്സിൽ നമ്മളത് ഒഴിച്ചെടുത്തു. ആഹാ, എന്താ അല്ലേ? നുരഞ്ഞു വരുന്ന കാണുമ്പോൾ തന്നെ മനസ്സിനൊരു ഭയങ്കര സന്തോഷം. അങ്ങനെ അവിടെ ഇരുന്നിട്ട് ഒരു ചിയേഴ്സൊക്കെ അടിച്ച് ഓർഡർ ചെയ്തു. മന്തിയാണ് ഞങ്ങൾ 3 പേര് ഓർഡർ ചെയ്തത്. ഹൽനാക്കർ വിൻഡ് മില്ല് ഏകദേശം ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റിയൊരു സ്ഥലമാണ്.
മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.